വെൽക്കം ടു ഗ്രേസ് പാത്ത്. വളരെയധികം ആളുകൾ ഇന്ന് അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് വയറെരിച്ചിൽ. എരിവുള്ള കറിയോ അല്ലെങ്കിൽ ഏതെങ്കിലും വേദന സംഹാരിയോ കഴിച്ച് താൽക്കാലികമായി ഉണ്ടാകുന്ന വയറെരിച്ചിലായിരിക്കും ചിലർക്ക്. എന്നാൽ മറ്റു ചിലർക്ക് വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന വയറെരിച്ചിൽ അനുഭവപ്പെടാം. സ്ഥിരമായ വയറെരിച്ചിലിന് കാരണമാകുന്ന ഒരു ബാക്ടീരിയയെ പറ്റിയും അത് കണ്ടെത്താനുള്ള ടെസ്റ്റുകളെ പറ്റിയും ചികിത്സയെ പറ്റിയുമൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഹെലിക്കോബാക്ടർ പൈലോറി ആമാശയത്തിന്റെയും ചെറുകുടലിന്റെ ആദ്യ ഭാഗത്തെയും ബാധിക്കുന്ന ഒരു ബാക്ടീരിയയാണ് ഹെലിക്കോബാക്ടർ പൈലോറി അല്ലെങ്കിൽ എച്ച് പൈലോറി. ഇത് ഈ ഭാഗങ്ങളിൽ നീർവീഴ്ചയും വേദനയും ചിലപ്പോൾ അൾസർ പോലും ഉണ്ടാക്കാൻ ഇടയാകും. നമ്മുടെ സമൂഹത്തിൽ 50% ആളുകളിൽ ഈ ബാക്ടീരിയയുടെ സാന്നിധ്യം ഉണ്ടെങ്കിലും എല്ലാവർക്കും ലക്ഷണങ്ങൾ ഉണ്ടാകണമെന്നില്ല. രോഗബാധിതരായ ആളുകളുടെ ഉമിനീർ, ഛർദി, മലം എന്നിവയുമായി സമ്പർക്കത്തിൽ വരുന്നവർക്ക് ഇത് പകരാം. അതുകൊണ്ട് തന്നെ വൃത്തിഹീനമായ വെള്ളം, ആഹാരം എന്നിവ ഇത് പകരാനിടയാക്കും. എന്തൊക്കെയാണ് ഈ എച്ച് പൈലോറി ഇൻഫെക്ഷന്റെ ലക്ഷണങ്ങൾ? എച്ച് പൈലോറി യൂറിയേസ് എന്ന ഒരു എൻസൈം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇത് ആമാശയത്തിന്റെ അസിഡിറ്റി കുറയ്ക്കുകയും അതിന്റെ ആവരണത്തെ ബാധിക്കുകയും ചെയ്യും. തന്മൂലം ദഹനരസങ്ങൾ ഈ ആവരണത്തിൽ കൂടുതൽ പ്രവർത്തിക്കാൻ ഇടയാകും. ഇങ്ങനെ ഇത് നീർവീഴ്ച അല്ലെങ്കിൽ നമുക്ക് അതിനെ ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറയാം, അതുപോലെ തന്നെ പുണ്ണ് അതായത് അൾസേഴ്സ് ഇവയൊക്കെ ഈ ആമാശയത്തിനുള്ളിൽ ഉണ്ടാക്കാൻ ഇടവരുത്തും. നമ്മുടെ വയറിൽ എപ്പോഴും ഗ്യാസ് വന്ന് വീർക്കുന്നത് പോലെ ഒരു ഫീലിംഗ് ഉണ്ടാകാം. ഇല്ലെങ്കിൽ നെഞ്ചരിച്ചിൽ, അതായത് വയറിന്റെ ഏറ്റവും മുകൾ ഭാഗത്തായി നമ്മുടെ നെഞ്ചിന് തൊട്ട് താഴെയുള്ള ഭാഗത്ത് ഒരു എരിച്ചിൽ അനുഭവപ്പെടാം. മറ്റൊരു ബുദ്ധിമുട്ട് നമുക്ക് തോന്നുന്നത് പെട്ടെന്ന് തന്നെ ഭക്ഷണത്തിനോട് മടുപ്പ് തോന്നും. അതായത് ഭക്ഷണം വളരെ കുറച്ച് കഴിക്കുമ്പോൾ തന്നെ മതിയായി എന്നൊരു ഫീലിംഗ് ഉണ്ടാകും. അതുപോലെ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ വല്ലാത്തൊരു അസ്വസ്ഥത അനുഭവപ്പെടും. ഇനി ഇത് ഒരു അൾസറായി മാറിയിട്ടുണ്ടെങ്കിൽ, അത് ആമാശയത്തിലാണെങ്കിൽ ആഹാരം കഴിച്ച ഉടനെയും ചെറുകുടലിലാണെങ്കിൽ നമ്മൾ വിശന്നിരിക്കുന്ന സമയത്തും ആയിരിക്കും ഏറ്റവും കൂടുതൽ വേദന അനുഭവപ്പെടുക. അതുപോലെ തന്നെ ഈ അൾസർ ബ്ലീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ മലം കറുത്ത നിറത്തിൽ പോകാനും ഇടയുണ്ട്. ഇനി ഈ എച്ച് പൈലോറി ഇൻഫെക്ഷൻ ഉണ്ടെന്ന് നമുക്ക് എങ്ങനെ കണ്ടെത്താം? ഈ എച്ച് പൈലോറി ഇൻഫെക്ഷൻ കണ്ടെത്തുന്നതിനായി നമുക്ക് ബ്ലഡ് ടെസ്റ്റുകളുണ്ട്, സ്റ്റൂൾ ടെസ്റ്റുകളുണ്ട്, അതായത് നമ്മുടെ മലം പരിശോധിച്ച് കണ്ടെത്താൻ പറ്റും. ഒരു ബ്രെത്ത് ടെസ്റ്റ് ഉണ്ട്, ശ്വാസത്തിൽ നിന്ന് കണ്ടെത്തുന്ന ഒരു രീതി. പിന്നെ മറ്റൊന്ന് എൻഡോസ്കോപ്പി. ഇതിനെപ്പറ്റി ഓരോന്നിനെ പറ്റിയും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കാം. ആദ്യത്തേത് ബ്ലഡ് ടെസ്റ്റ് ആണ്. ഇവിടെ നമ്മൾ രക്തത്തിൽ IgG ആന്റിബോഡിയുടെ സാന്നിധ്യമാണ് കണ്ടെത്തുന്നത്. ഇത് വളരെ ചെലവ് കുറഞ്ഞ ഒരു ടെസ്റ്റാണ്. പെട്ടെന്ന് റിസൾട്ടും കിട്ടും. പക്ഷേ ഇതിൻ്റെ പ്രശ്നം നമുക്ക് ഇൻഫെക്ഷൻ ആക്റ്റീവ് സ്റ്റേജിലാണോ എന്നുള്ളത് ആ ഒരു സ്റ്റേജിൽ കണ്ടെത്താനായിട്ട് സാധിക്കുകയില്ല. IgG ആണ് നമുക്ക് കണ്ടെത്താൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ ഇൻഫെക്ഷൻ ഉണ്ടായി എന്ന് മാത്രമേ നമുക്ക് ആ ടെസ്റ്റിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അത് ആക്റ്റീവ് ആയിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ പ്രയാസമാണ്. പിന്നെ മറ്റൊന്ന് സ്റ്റൂൾ ടെസ്റ്റ് ആണ്, മലത്തിൽ നടത്തുന്ന പരിശോധനകൾ. ഇതിൽ കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് സ്റ്റൂൾ ആന്റിജൻ ടെസ്റ്റ് ആണ്. അത് മിക്കവാറും ലാബുകളിൽ തന്നെ ചെയ്യും. ഈ സ്റ്റൂൾ ആന്റിജൻ ടെസ്റ്റ് ലൈവ് ബാക്ടീരിയ, അതായത് ആക്റ്റീവ് ഇൻഫെക്ഷൻ ഉള്ള സമയത്താണ് പോസിറ്റീവ് ആവുക. ഇനി മറ്റൊന്ന് സ്റ്റൂളിന്റെ കൾച്ചറും സെൻസിറ്റിവിറ്റിയുമാണ്. ഇതിന് വളരെ ചിലവേറും അതുപോലെ തന്നെ സമയവും കൂടുതലായിട്ട് എടുക്കും. മറ്റൊന്ന് സ്റ്റൂൾ PCR ടെസ്റ്റ് ആണ്. അത് വളരെ ചിലവേറിയ ഒരു ടെസ്റ്റാണ്. അടുത്തതാണ് ബ്രെത്ത് ടെസ്റ്റ്. അതിന് നമ്മൾ യൂറിയ ബ്രെത്ത് ടെസ്റ്റ് എന്നും പറയും.
ഇത് കേരളത്തിൽ അങ്ങനെ അധികം ലാബുകളിൽ ചെയ്യുന്ന ഒന്നല്ല. നമ്മുടെ ശരീരത്തിലെ യൂറിയ, അത് യൂറിയേസ് എന്ന എൻസൈമിന്റെ സാന്നിധ്യത്തിൽ വിഘടിച്ച് അമോണിയയും കാർബൺ ഡൈ ഓക്സൈഡുമായി മാറും. അപ്പോൾ ഈ ഹെലിക്കോബാക്ടർ പൈലോറിയുടെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു, അതിന് യൂറിയേസ് എന്ന എൻസൈം ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. നമ്മൾ ഈ ടെസ്റ്റിനായിട്ട് യൂറിയ ടാബ്ലറ്റ്സ് ഉപയോഗിക്കും. നമ്മൾ ഉപയോഗിക്കുന്ന യൂറിയ ടാബ്ലറ്റ്സിൽ കാർബണിന്റെ ഐസോടോപ്സ് ആണ് ഉപയോഗിക്കുക. അതായത് കാർബണിന്റെ ഐസോടോപ്സ് ആയ C13, C14 എന്നിവയായിരിക്കും ആ യൂറിയയിൽ ഉണ്ടാവുക. ഈ യൂറിയ ടാബ്ലറ്റ് കഴിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ ബ്രെത്ത് ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഈ ടാബ്ലറ്റ് കഴിക്കുന്നതിന് മുൻപ് ഒരു സ്പെഷ്യൽ ബാഗിലേക്ക് ഈ പേഷ്യൻ്റ് നിശ്വസിക്കണം. എന്നിട്ട് ആ ബാഗിലെ കാർബണിൻ്റെ അളവും നിശ്ചയിക്കും. അതിനുശേഷം പേഷ്യൻറ്റിന് ഒരു യൂറിയ ടാബ്ലറ്റ്, ഈ കാർബണിൻ്റെ ഐസോട്ടോപ്പ് അടങ്ങിയ യൂറിയ ടാബ്ലറ്റ് കൊടുക്കുകയും അല്പസമയം കഴിഞ്ഞ് വീണ്ടും ഇതുപോലെ തന്നെ ഈ സ്പെഷ്യൽ ബാഗിലേക്ക് നിശ്വസിക്കാനായിട്ട് ആവശ്യപ്പെടുകയും പിന്നീട് ആ ബാഗിലുള്ള ഈ കാർബൺ ഐസോടോപ്സ് മെഷർ ചെയ്യുകയുമാണ് ഇവിടെ ചെയ്യുന്നത്. അതായത് ഈ പേഷ്യൻ്റെ സ്റ്റൊമക്കിൽ ഹെലിക്കോബാക്ടർ പൈലോറിയുടെ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ യൂറിയ ടാബ്ലറ്റ് പേഷ്യൻ്റ് കഴിച്ചു കഴിയുമ്പോൾ ഈ ഹെലിക്കോബാക്ടർ പൈലോറി പ്രൊഡ്യൂസ് ചെയ്യുന്ന യൂറിയേസ് എന്ന എൻസൈം യൂറിയയെ വിഘടിപ്പിച്ച് അമോണിയയും കാർബൺ ഡൈ ഓക്സൈഡുമാക്കി മാറ്റും. ഈ കാർബൺ ഡൈ ഓക്സൈഡ് രക്തത്തിൽ ലയിച്ച് അത് നമ്മുടെ ശ്വാസകോശത്തിൽ എത്തിച്ചേരുകയും നമ്മൾ നിശ്വസിക്കുമ്പോൾ ആ നിശ്വാസവായുവിലൂടെ ഈ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു വരികയും ചെയ്യും. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ആ യൂറിയ ടാബ്ലറ്റിൽ കാർബണിൻ്റെ ഐസോടോപ്സ് യൂസ് ചെയ്യുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ഈ നിശ്വാസവായുവിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിൽ ഈ ഐസോടോപ്സിന്റെ സാന്നിധ്യം കണ്ടെത്താൻ സാധിച്ചാൽ നമുക്ക് ഹെലിക്കോബാക്ടർ പൈലോറിയുടെ ഇൻഫെക്ഷൻ ഉറപ്പാക്കാനായിട്ട് സാധിക്കും. ഈ ടെസ്റ്റിന്റെ ഒരു പോരായ്മ, ഇതിനകത്ത് ഈ കാർബണിന്റെ ഐസോടോപ്സ്, അതായത് റേഡിയോ ലേബിൾ കാർബൺ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ തീരെ ചെറിയ കുട്ടികളിലും അതുപോലെ തന്നെ ഗർഭിണികളിലും മറ്റു ഈ ടെസ്റ്റ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. പിന്നെ മറ്റൊന്നാണ് അപ്പർ എൻഡോസ്കോപ്പി ആൻഡ് ബയോപ്സി. എൻഡോസ്കോപ്പി നമുക്ക് എല്ലാവർക്കും അറിയാം, ചെറിയ ട്യൂബുകൾ, ക്യാമറ ഘടിപ്പിച്ച ട്യൂബുകളുടെ സഹായത്തോടെ നമ്മൾ നമ്മുടെ കുടലിൻ്റെയും അന്നനാളത്തിൻ്റെയും ആമാശയത്തിൻ്റെയൊക്കെ ഉൾഭാഗം കാണുന്ന ഒരു രീതിയാണ് എൻഡോസ്കോപ്പി. അവിടെ എന്തൊക്കെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ അപ്പർ എൻഡോസ്കോപ്പിയാണ് ഉപയോഗിക്കുന്നത്. അതിന് നമ്മൾ ഈസോഫാഗോ ഗ്യാസ്ട്രോ ഡിയോഡിനോസ്കോപ്പി എന്നും പറയും. അന്നനാളം, ആമാശയം, അതുപോലെ തന്നെ ചെറുകുടലിന്റെ ആദ്യ ഭാഗമായ ഡിയോഡിനം, ഇത്രയും ഭാഗങ്ങളാണ് നമുക്ക് ഈ അപ്പർ എൻഡോസ്കോപ്പിയിലൂടെ നോക്കാനായിട്ട് സാധിക്കുന്നത്. ഇങ്ങനെ നോക്കി ഇവിടെ എന്തെങ്കിലും നീർവീഴ്ചയുണ്ടോ, അല്ലെങ്കിൽ അൾസർ ഉണ്ടോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഗ്രോത്ത് ഉണ്ടോ എന്ന് കണ്ടെത്താനായിട്ട് കഴിയും. അതോടൊപ്പം തന്നെ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നമായിട്ട് നമുക്ക് കാണുന്ന ഭാഗത്ത് നിന്ന് ടിഷ്യൂ സാമ്പിൾ എടുക്കാനായിട്ടും സാധിക്കും. അതിനെയാണ് ബയോപ്സി എന്ന് പറയുന്നത്. ഇത് ഗോൾഡ് സ്റ്റാൻഡേർഡ് ടെസ്റ്റ് എന്നാണ് ഈ എൻഡോസ്കോപ്പി ചെയ്ത് ബയോപ്സി എടുത്ത് അതിന്റെ ഹിസ്റ്റോപെത്തോളജി എക്സാമിനേഷൻ വഴി എച്ച് പൈലോറി നിർണ്ണയിക്കുന്നതിനെ പറയുന്നത്. കാര്യം അതാണ് ഏറ്റവും ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റ്. എന്നാൽ ഇങ്ങനെ നീക്കം ചെയ്യുന്ന ടിഷ്യൂ സാമ്പിൾ വെച്ചിട്ട് നമുക്ക് മറ്റൊരു ടെസ്റ്റും ചെയ്യാനായിട്ട് സാധിക്കും. ആ ടെസ്റ്റാണ് നമ്മൾ കോമൺ ആയിട്ട് കേൾക്കുന്ന റാപ്പിഡ് യൂറിയേസ് ടെസ്റ്റ്. അതിനെ നമ്മൾ ഷോർട്ട് ഫോമിൽ RUT എന്നും പറയും. ഇതേ ടെസ്റ്റിന് തന്നെ മറ്റൊരു പേര് കൂടിയുണ്ട്, അതാണ് CLO ടെസ്റ്റ്. അത് എക്സ്പാൻഡ് ചെയ്താൽ കാമ്പൈലോബാക്ടർ ലൈക്ക് ഓർഗാനിസം ടെസ്റ്റ് എന്നാണ് പറയുക. അപ്പൊ എന്താണ് ഈ റാപ്പിഡ് യൂറിയേസ് ടെസ്റ്റ്? നമ്മൾ നേരത്തെ പറഞ്ഞു, എച്ച് പൈലോറി എന്ന ബാക്ടീരിയ യൂറിയേസ് എന്നൊരു എൻസൈം പ്രൊഡ്യൂസ് ചെയ്യും. ഈ യൂറിയേസ് എന്ന് പറയുന്ന എൻസൈം യൂറിയയെ അതിന്റെ ഘടകങ്ങളായ അമോണിയയും കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് മാറ്റും. ഇതിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഡിറ്റക്ട് ചെയ്യുന്ന ടെസ്റ്റാണ് നമ്മൾ യൂറിയ ബ്രെത്ത് ടെസ്റ്റ് എന്ന് പറഞ്ഞത്. എന്നാൽ ഇവിടെ അമോണിയ ആണ് നമ്മൾ ഈ ടെസ്റ്റിൽ യൂസ് ചെയ്യുന്നത്.
ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ എൻഡോസ്കോപ്പിയുടെ സഹായത്താൽ എടുത്ത ആ ടിഷ്യൂ സാമ്പിൾ അത് ഫിനോൾ റെഡ് എന്ന ഇൻഡിക്കേറ്റർ ഉള്ള ഒരു മീഡിയത്തിലേക്ക് നമ്മൾ സലൈനുമായിട്ട് ചേർത്ത് ആഡ് ചെയ്യും. അപ്പോൾ ഈ ഫിനോൾ റെഡിന്റെ പ്രത്യേകത അത് ആസിഡ് മീഡിയത്തിലും ആൽക്കലൈൻ മീഡിയത്തിലും രണ്ട് തരം നിറങ്ങളാണ് കാണിക്കുക. അതായത് ആസിഡ് മീഡിയത്തിൽ അത് യെല്ലോ ആണെങ്കിൽ ആൽക്കലൈൻ മീഡിയത്തിൽ റെഡ് കളറായിരിക്കും. അപ്പോൾ നമുക്കറിയാം നമ്മൾ സാധാരണ നമ്മുടെ സ്റ്റൊമക്കിൽ ഒരു ആസിഡ് മീഡിയമാണുള്ളത്, ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒക്കെ ഉള്ളത് കൊണ്ട് ഒരു ആസിഡിക് എൻവയോൺമെന്റ് ആണ് സ്റ്റൊമക്കിലുള്ളത്. അപ്പോൾ എച്ച് പൈലോറിയുടെ ഇൻഫെക്ഷൻ ഇല്ലെങ്കിൽ ഈ സ്റ്റൊമക്കിൽ നിന്ന് എടുക്കുന്ന ടിഷ്യൂ സാമ്പിൾ നമ്മൾ ഈ മീഡിയത്തിലേക്ക് ആഡ് ചെയ്യുമ്പോൾ അത് യെല്ലോ കളറിലിരിക്കും. അതായത് ഈ ഫിനോൾ റെഡ് എന്ന ഇൻഡിക്കേറ്ററിന് ഒരു നിറവ്യത്യാസവും വരുത്തില്ല. അതേസമയം ഹെലിക്കോബാക്ടർ പൈലോറി എന്ന ബാക്ടീരിയയുടെ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അവിടെ തീർച്ചയായിട്ടും യൂറിയേസ് എന്ന എൻസൈം ഉണ്ട്. ഈ എൻസൈം യൂറിയയെ സ്പ്ലിറ്റ് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡും അമോണിയയും ആക്കുന്നത് കൊണ്ട് അമോണിയ ഈ മീഡിയത്തിനെ ആൽക്കലൈൻ ആയിട്ട് മാറ്റുകയും അതുകൊണ്ട് തന്നെ ഈ ഫിനോൾ റെഡ് ഇൻഡിക്കേറ്റർ നിറം മാറി റെഡ് കളർ കാണിക്കുകയും ചെയ്യും. അങ്ങനെയാണ് നമ്മൾ എച്ച് പൈലോറി ഇൻഫെക്ഷൻ ഡയഗ്നോസ് ചെയ്യുന്നത്. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് എൻഡോസ്കോപ്പി കഴിഞ്ഞ് ടിഷ്യൂ സാമ്പിൾ എടുത്ത് ഉടൻ തന്നെ ചെയ്യാവുന്ന ഒരു ടെസ്റ്റാണ്. ഒരു 5 മുതൽ 10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും. പക്ഷേ ഈ ടെസ്റ്റിനും കുറച്ച് പരിമിതികളുണ്ട്. അതായത് ഈ ടെസ്റ്റ് പോസിറ്റീവ് ആവണമെങ്കിൽ നമ്മൾ എടുക്കുന്ന ടിഷ്യൂ സാമ്പിളിൽ നല്ലൊരു അളവ് എച്ച് പൈലോറി ബാക്ടീരിയയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ സ്റ്റൊമക്കിൽ ഇൻഫെക്ഷൻ ഉണ്ട്, പക്ഷെ അത് ഈ ബാക്ടീരിയയുടെ ഡിസ്ട്രിബ്യൂഷൻ ഈക്വൽ അല്ലെങ്കിൽ നമ്മൾ ഈ ടിഷ്യൂ സാമ്പിൾ എടുക്കുന്ന ഏരിയയിൽ ബാക്ടീരിയയുടെ എണ്ണം കുറവുമാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഫോൾസ് നെഗറ്റീവായിട്ട് റിപ്പോർട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. അതാണ് അതിൻ്റെ ഒരു പരിമിതി. അതുപോലെ തന്നെ ഫോൾസ് പോസിറ്റീവായിട്ട് കിട്ടാനുള്ളൊരു സാധ്യതയും ഉണ്ട്. അതായത് എച്ച് പൈലോറി ബാക്ടീരിയ യൂറിയസ് എന്ന എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്നത് പോലെ തന്നെ യൂറിയസ് എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്ന മറ്റ് ചില ബാക്ടീരിയകളുണ്ട്. അതിന് എക്സാമ്പിൾ ആണ് പ്രോട്ടിയസ്, ക്ലിപ്സിയെല്ല, അത്തരം ബാക്ടീരിയകൾ. അപ്പം ആ ബാക്ടീരിയയുടെ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉള്ള സമയത്ത് നമുക്ക് ഇതുപോലെ യൂറിയസ് എൻസൈം ഉള്ളതുകൊണ്ട് തന്നെ പോസിറ്റീവായിട്ട് ഈ ടെസ്റ്റ് കിട്ടാം. അത് ഫോൾസ് പോസിറ്റീവ് ആണ്. ഹെലിക്കോബാക്ടർ പൈലോറി ഇൻഫെക്ഷൻ കൊണ്ടായിരിക്കില്ല, പ്രോട്ടീസിൻ്റെയോ ക്ലിപ്സിയെല്ലയുടെയോ അതുപോലെ യൂറിയസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മറ്റെന്തെങ്കിലും ബാക്ടീരിയയുടെ പ്രസൻസിലായിരിക്കും ഈ പോസിറ്റീവ് ടെസ്റ്റ് കാണുക. അപ്പം അതൊക്കെയാണ് ഈ ടെസ്റ്റിൻ്റെ പരിമിതികൾ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ഗോൾഡ് സ്റ്റാൻഡേർഡ് ടെസ്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്, അതായത് 90 മുതൽ 100% സ്പെസിഫിസിറ്റിയോടെ നമുക്ക് ഹെലിക്കോബാക്ടർ പൈലോറി ഇൻഫെക്ഷൻ ഉണ്ട് എന്ന് പറയാൻ പറ്റുന്ന ടെസ്റ്റ് ഈ ടിഷ്യൂ സാമ്പിളിന്റെ ഹിസ്റ്റോപെത്തോളജി എക്സാമിനേഷൻ ആണ്. നിങ്ങൾക്കറിയാം, നമ്മൾ എന്ത് ഓപ്പറേഷനൊക്കെ കഴിയുമ്പോൾ ഈ ബയോപ്സി ടെസ്റ്റിന് വേണ്ടി ടിഷ്യൂ സാമ്പിൾ അയക്കുന്നത് എല്ലാവർക്കും പരിചയമുള്ള കാര്യമായിരിക്കും. അപ്പോൾ അവിടെ അത് ലാബിൽ പലവിധമായ പ്രോസസ്സിംഗ് നടത്തി സ്ലൈഡ്സ് ആക്കി ആ സ്ലൈഡ്സ് ഒരു പെത്തോളജിസ്റ്റ് എക്സാമിൻ ചെയ്തിട്ടാണ് നമുക്ക് റിപ്പോർട്ട് തരിക. അതുകൊണ്ട് തന്നെ ഇതിന് കാലതാമസം ഉണ്ട്. 5 മുതൽ 10 ദിവസം വരെ ഈ റിപ്പോർട്ട് കിട്ടാനായിട്ട് സമയമെടുക്കും. പക്ഷെ ആ റിപ്പോർട്ടിൽ ക്യാമ്പൈലോബാക്ടർ അതായത് ഹെലിക്കോബാക്ടർ പൈലോറി ഉണ്ട് എന്ന് ഉറപ്പായാൽ നമുക്ക് ഏകദേശം 90 മുതൽ 100% സ്പെസിഫിസിറ്റിയോടെ തന്നെ ഈ ഇൻഫെക്ഷൻ ഉറപ്പിക്കാനായിട്ട് സാധിക്കും. ഏറെ നാളായി തുടർച്ചയായി നിൽക്കുന്ന വയറിച്ചിൽ വിളർച്ചയ്ക്ക് കാരണമാകാം. അപൂർവമായി ലിംഫോമ, ആമാശയ ക്യാൻസർ ഇവയ്ക്കൊക്കെ കാരണമാകാൻ ഈ തുടർച്ചയായിട്ട് നിൽക്കുന്ന എച്ച് പൈലോറി ഇൻഫെക്ഷൻ ഇടയാകും. ഇനി നമുക്കുള്ള വയറിച്ചിൽ അത് എച്ച് പൈലോറി ഇൻഫെക്ഷൻ കൊണ്ടാണെന്ന് മനസ്സിലായാൽ അതിന് കൃത്യമായ ചികിത്സ ലഭ്യമാണ്. 14 ദിവസം നീണ്ടു നിൽക്കുന്ന ട്രിപ്പിൾ തെറാപ്പി എന്ന ട്രീറ്റ്മെന്റ് ഓപ്ഷനിൽ 2 ആന്റിബയോട്ടിക്സും അതുപോലെ ആമാശയത്തിന്റെ ആസിഡ് ഉൽപാദനം കുറയ്ക്കാനുള്ള പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ് എന്ന വിഭാഗത്തിൽപ്പെടുന്ന, അതായത് ഒമിപ്രസോൾ, പാൻഡോപ്രസോൾ എന്നൊക്കെ പറയുന്ന ആ മരുന്നുകൾ, ഇവയിൽ ഏതെങ്കിലും ഒന്നും ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്.
എന്നാൽ ഇതിനോടൊപ്പം ബിസ്മത്ത് കൂടി ചേർത്ത ക്വാഡ്രപ്പിൾ തെറാപ്പി ആണ് ഇപ്പോൾ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ലാക്ടോബാസിലസ് പോലെയുള്ള പ്രോബയോട്ടിക്സും കൂടി ചിലപ്പോൾ ഈ ട്രീറ്റ്മെന്റിന് ഉപയോഗിക്കാറുണ്ട്. ഈ ക്വാഡ്രപ്പിൾ തെറാപ്പി ചിലപ്പോൾ 10 ദിവസമായിട്ട് ചുരുക്കാറുണ്ട്. അത് സൈഡ് ഇഫക്ട്സ് കുറയ്ക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഈ ചികിത്സ 90% ആളുകളിലും ഫലപ്രദമായിരിക്കും. എന്നാൽ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് മൂലം ചിലപ്പോൾ 10% താഴെയുള്ള ആളുകൾക്ക് വീണ്ടും ഈ ലക്ഷണങ്ങൾ തുടർന്നു നിൽക്കാൻ ഇടയുണ്ട്. അപ്പോൾ ചികിത്സയ്ക്ക് ശേഷം എച്ച് പൈലോറി ഇൻഫെക്ഷൻ പൂർണ്ണമായും മാറിയോ എന്നറിയാൻ 2 മാസം കഴിഞ്ഞ് വീണ്ടും ടെസ്റ്റുകൾ ചെയ്തു നോക്കാം. അങ്ങനെ 2 മാസം കഴിഞ്ഞ് ടെസ്റ്റുകൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കാറ് ഈ യൂറിയ ബ്രത്ത് ടെസ്റ്റ് അല്ലെങ്കിൽ സ്റ്റൂൾ ആന്റിജൻ ടെസ്റ്റ്, അല്ലെങ്കിൽ അപൂർവമായിട്ട് ഈ എൻഡോസ്കോപ്പിക് ബയോപ്സിയും ഹിസ്റ്റോപത്തോളജി എക്സാമിനേഷനും തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാറുമുണ്ട്. കൃത്യത ഉറപ്പുവരുത്താൻ ടെസ്റ്റിന് മുൻപുള്ള ഇടവേളകളിൽ, അതായത് ഏകദേശം ഒരു 2 ആഴ്ചത്തേക്ക് ആന്റിബയോട്ടിക്സ് അല്ലെങ്കിൽ ഈ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ്, അതായത് ഒമിപ്രസോൾ, പാന്റോപ്രസോൾ അങ്ങനത്തെ മരുന്നുകൾ ഉപയോഗിക്കരുത്. ഇങ്ങനത്തെ മരുന്നുകൾ ഉപയോഗിച്ചാൽ ചിലപ്പോൾ ഫോൾസ് നെഗറ്റീവായിട്ട് റിപ്പോർട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. ഇൻഫെക്ഷൻ മാറിയിട്ടില്ലെങ്കിൽ ഒരു ഡിഫറെന്റ് ആന്റിബയോട്ടിക് ഉള്ള മറ്റൊരു റിജീം കഴിച്ചു നോക്കേണ്ടി വന്നേക്കാം. ഇനി വ്യക്തി ശുചിത്വം ഈ ഹെലിക്കോബാക്ടർ പൈലോറി ഇൻഫെക്ഷൻ ഒഴിവാക്കുന്നതിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്നു. ആഹാരത്തിന് മുൻപും പിൻപും കൈ ശുചിയാക്കുക. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ജലവും കഴിക്കുന്ന ആഹാരവും വൃത്തിയുള്ളതാണെന്ന് ഉറപ്പുവരുത്തുക. NSAIDs പോലെയുള്ള മരുന്നുകൾ ഒഴിവാക്കുന്നത് ഈ വയറിച്ചിൽ കുറയ്ക്കാനായിട്ട് നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ ഒരു ഡോക്ടറുടെ നിർദ്ദേശം ഇല്ലാതെ NSAIDs, ആസ്പിരിൻ അത്തരം ഗ്രൂപ്പിലെ മരുന്നുകൾ ഒരിക്കലും ഉപയോഗിക്കരുത്. സ്വയം ചികിത്സ എന്നുള്ള രീതിയിൽ ഉപയോഗിക്കരുത്. പിന്നെ ഭക്ഷണ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഫൈബർ കണ്ടന്റ് കൂടുതലുള്ള പച്ചക്കറികൾ അത് ധാരാളമായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അതുപോലെ നട്ട്സ് അതും നമുക്ക് ലഭ്യമായ രീതിയിൽ കൂടുതലായിട്ട് ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് ഈ ഹെലിക്കോബാക്ടർ പൈലോറിയെ പ്രതിരോധിക്കാനായിട്ട് നമ്മളെ സഹായിക്കും. തീർച്ചയായിട്ടും ഈ വീഡിയോ തുടർച്ചയായിട്ട് നിൽക്കുന്ന വയറെരിച്ചിൽ അത് ഹെലിക്കോബാക്ടർ പൈലോറി കൊണ്ടാണോ എന്ന് എങ്ങനെ കണ്ടെത്താം എന്ന് നിങ്ങൾക്ക് ഒരു അവബോധം ഉണ്ടാക്കി എന്ന് കരുതുന്നു. കാരണം ചികിത്സ ലഭ്യം ആയ ഒരു കണ്ടീഷനാണിത്. അതുപോലെ തന്നെ ചികിത്സയ്ക്ക് 90% വിജയവും ഉറപ്പാണ്. ഇത് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഒക്കെ കമൻസ് ആയിട്ട് ചോദിക്കുക. താങ്ക് യു.